സുവിശേഷത്തിൻ തിരിതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു. പ്രതിസന്ധി മുന്നിൽ വൻ തിരമാല ഉയർത്തിയ നേരം തീരാക്കടങ്ങളായി ജന്മം ആഴത്തിൽ താഴുന്ന നേരം ശ്വാസം നിലച്ചു എന്നു നിലച്ചു. ഞാനേറെ തളർന്നു കിടച്ചു. കർത്താവേ ആ നേരം കൈത്താങ്ങായി നീ അടിയനെ ചേർത്തു പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ
എൻ്റെ കടങ്ങൾ ക്ഷമിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. പുച്ഛിച്ചും കുറ്റം വിധിച്ചും എൻ സോദരരെല്ലാം അകന്നു. മിത്രങ്ങൾ നൽകുന്ന സ്നേഹം സ്വാർത്ഥതയാണെന്നറിഞ്ഞു. മങ്ങി മയങ്ങി കരിന്തിരി കത്തി ജീവിതം നീറിപ്പുകഞ്ഞു. ആ നേരം യേശുവേ നീ എൻ്റെ ജീവനിൽ സ്നേഹത്തിൻ എണ്ണ നിറച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ ജീവിത ദീപം തെളിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു. തോളിൽ നീ എന്നെ വഹിച്ചു. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യനോടായാലും ദൈവത്തോടായാലും നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മളെ പഠിപ്പിക്കാൻ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് കാര്യം? 10 കുഷ്ഠരോഗികൾ യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു. അവരുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിഞ്ഞ തമ്പുരാൻ പൊക്കോ, പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കും പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. പോകും വഴി തങ്ങൾ സൗഖ്യപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ 9 പേർ നേരെ പോകുന്നു. ഒരാൾ മാത്രം തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സമയം കണ്ടെത്തും. ഈ ഒരാൾ മാത്രം തിരിച്ചു വരികയും 9 പേര് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ഒരു ചോദ്യമുണ്ട്. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ദൈവം അന്വേഷിക്കുകയാണ്, ബാക്കി 9 പേരെവിടെ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ആദ്യത്തെ ചോദ്യം, ഞാൻ ഏത് ഗണത്തിലാണ് പെടുക? നന്ദി പറയാൻ സമയം കണ്ടെത്താതെ നേരെ നടന്നു പോയ 9 പേരുടെ കൂട്ടത്തിലാണോ, അതോ തമ്പുരാന് നന്ദി പറഞ്ഞിട്ട് മതി ബാക്കി എന്തും എന്ന് തീരുമാനിച്ച് തിരിച്ചു വന്ന ഒരാളുടെ കൂട്ടത്തിലാണോ ഞാൻ ഉൾപ്പെടുന്നത് എന്ന് ആലോചിക്കണം. ഈ നന്ദിയുടെയും നന്ദിഹീനതയുടെയും ഒക്കെ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ബൈബിളിൽ കുഷ്ഠരോഗി എന്ന ഒരു വാക്കുകൊണ്ട് രേഖപ്പെടുത്തുന്ന ആളുകളെ പറ്റി നമുക്കൊരറിവ് വേണം. ലേവ്യരുടെ പുസ്തകത്തിലാണിത് പറയുന്നത്. കുഷ്ഠരോഗി കീറിയ വസ്ത്രങ്ങൾ ധരിക്കണം. കുഷ്ഠരോഗി മുടി ചീകരുത്. കുഷ്ഠരോഗി അവൻ്റെ മേൽചുണ്ട് വസ്ത്രം കൊണ്ട് മറയ്ക്കണം. പോരാ, ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധനെന്ന്
വിളിച്ചു പറഞ്ഞ് നടക്കണം. അവനെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കണം. അവൻ ഏകനായി മറ്റൊരു സ്ഥലത്ത് താമസിക്കണം. ഈ വിധം മാനസികവും ശാരീരികവും സാമൂഹികവുമായ വലിയൊരു ദുസ്സഹ സാഹചര്യത്തിലാണ് ഒരു കുഷ്ഠരോഗി ഉൾപ്പെട്ടിരിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ആണ് ഈ 10 പേരും സുഖപ്പെടുന്നത്. അതിലൊരാൾ മാത്രം തിരിച്ചു വരുമ്പോൾ, അതും ഒരു വിജാതീയൻ, ഒരു സമരക്കാരൻ. കർത്താവ് ചോദിക്കുന്നതാണ്, ബാക്കി 9 പേരെവിടെ? ഇത് 2 മനോഭാവങ്ങളാണ്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ സൗഖ്യം ദേവാലയത്തിലെ പുരോഹിതരെ കാട്ടിക്കൊടുത്ത് ആ സൗഖ്യം സാക്ഷ്യപ്പെടുത്തി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വേഗതയോടെ മുന്നോട്ട് പോകുന്ന ഒരു ഗണം. ഇതൊക്കെ ആവശ്യമാണെന്നാലും ഈ വിധം എന്നെ അനുഗ്രഹിച്ച എൻ്റെ തമ്പുരാനോട് നന്ദി പറഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ എന്ന് ചിന്തിക്കുന്ന ഒരു ഗണം. ഞാനിതിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ആരാണ് നന്ദി പറയുക, അല്ലെങ്കിൽ ആർക്കാണ് നന്ദി പറയാൻ സാധിക്കുക? ഇതെല്ലാം എൻ്റെ അവകാശമാണ് എന്ന് കരുതുന്ന ഒരാൾക്കും സാധാരണഗതിയിൽ നന്ദി പറയാൻ പറ്റില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചു, അതെൻ്റെ അവകാശമാണ്, മനുഷ്യനെ അനുഗ്രഹിക്കാൻ ദൈവം കടപ്പെട്ടവനാണ് എന്നൊക്കെ കരുതുന്ന ഒരാൾക്കും നന്ദി പറയാൻ സാധിക്കില്ല. നമ്മുടെ വീട്ടിലേക്ക് വരിക. അമ്മ ആഹാരം വയ്ക്കുന്നു, വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നു, മക്കൾക്കും ഭർത്താവിനും വേണ്ടി സകല കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ അമ്മയുടെ ഉത്തരവാദിത്വമാണെന്നും എൻ്റെ അവകാശമാണെന്നും കരുതുന്ന മക്കളോ ഭർത്താവോ ഒരിക്കലും നന്ദി പറയില്ല. അതേസമയം എല്ലാ ദിവസവും ആരും പറയാതെ, ആരും നിർബന്ധിക്കാതെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിൽ ഓർക്കുന്ന മകൾ ഒരുപക്ഷെ എപ്പോഴും വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ നന്ദിയുടെ വികാരം സൂക്ഷിക്കും. അതവൻ്റെ ഇടപെടലുകളിൽ, അവൻ്റെ ബന്ധങ്ങളിൽ അത് പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എന്നോട് ഔദാര്യം കാണിച്ചു, എനിക്ക് നന്മ ലഭിച്ചു എന്നൊക്കെ ബോധ്യമാകുന്ന മനുഷ്യനാണ് സാധാരണ നന്ദി പറയുക. എപ്പോഴാണ് എനിക്കത് ബോധ്യമാവുക? എന്നോളം അനുഗ്രഹിക്കപ്പെടാത്ത മനുഷ്യരെ കാണുമ്പോഴാണ്, എന്നോളം നന്മ സ്വീകരിക്കാത്ത മനുഷ്യരെ കാണുമ്പോഴാണ്. അങ്ങനെയുള്ള ചില മനുഷ്യരെ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നന്ദി പറയും. ഇവിടെ ഞങ്ങളുടെ രൂപതയിൽ ജോൺ പോൾ പീസ് ഹോം എന്ന് പറയുന്ന ഒരു കൂട്ടുകുടുംബമുണ്ട്. കൂട്ടുകുടുംബത്തിലെ അന്തേവാസികൾ ആരെന്ന് അറിയാമോ? ഏതാണ്ട് 200ഓളം മനുഷ്യക്കോലങ്ങളാണ്. ഞാൻ മനുഷ്യക്കോലങ്ങൾ എന്ന് പറയുന്നത് അവരെ കണ്ടാൽ അങ്ങനെയാണ് പറയാൻ പറ്റുക. എല്ലാവരും കിടപ്പ് രോഗികൾ. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിലുള്ളവർ. അതിൽ തന്നെ കുറേ പേര് മാനസികമായും ശരിയായ വളർച്ചയില്ലാത്തവർ. പലപ്പോഴും ഞാനവിടെ പോകും. എനിക്ക് അവരിൽ കുറേ പേരെ പരിചയമാണ്. ഞാൻ ഇത്രയേറെ പ്രാവശ്യം പോയിട്ടും ഒരാൾ പോലും ഒരു പരാതിപ്പെടുന്നതോ ഒരു പരിഭവം പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും ചിരിക്കുന്ന മുഖമാണ്. അവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്. നോക്കണം, നമ്മളെപ്പോലെ ചിന്തിക്കാൻ പറ്റാത്ത കുറേ പേർ പോട്ടെ, നല്ല ചിന്താശേഷിയും അറിവും ഒക്കെ ഉണ്ടെങ്കിലും സകല കാര്യങ്ങളും കടന്ന കിടപ്പിൽ നടത്തേണ്ടി വരുന്ന ആളുകൾ. അവർക്ക് പരാതിയില്ല. ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. അവരെയൊക്കെ കണ്ടുപോരുമ്പോൾ എൻ്റെ മനസ്സിലറിയാതെ, ദൈവമേ, ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവും. ഞാൻ ഉയരം കുറവാണ്, എനിക്ക് കഷണ്ടിയുണ്ട്, എനിക്ക് വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്,
ഇതൊക്കെ ഞാൻ മറക്കും. കാരണം എന്നോളം അനുഗ്രഹിക്കപ്പെടാത്ത ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമാവുക. ഈ ബോധ്യത്തിൽ നിന്നാണ് എനിക്ക് നന്ദി പറയാൻ പറ്റുക. ഞാൻ പറഞ്ഞു വന്നത്, നന്ദി പറയണമെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നണം. ഇതൊക്കെ എൻ്റെ അവകാശമാണെന്ന് ധരിക്കുന്ന ഒരു മനുഷ്യന് നന്ദി പറയാൻ പറ്റില്ല. എങ്ങനെയാണ് നന്ദി പറയുക? എനിക്ക് ബോധ്യമായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു, എനിക്ക് ബോധ്യമായി. ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട് നന്ദി പറയും? ആദ്യം വേണ്ടത് എൻ്റെ ആരോഗ്യം, എൻ്റെ അറിവ്, എൻ്റെ ശാരീരികമായ പ്രത്യേകതകൾ, എൻ്റെ സമ്പത്ത്, സമയം, മറ്റു സൗകര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റു മനുഷ്യർക്കും കൂടെ വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അത്തരമൊരു ബോധ്യം വന്നാൽ എനിക്ക് തമ്പുരാനോട് നന്ദി പറയാൻ പറ്റും. എങ്ങനെ? ആരോഗ്യം എന്തിനാണ്? ബലമുള്ള ശരീരം എന്തിനാണ്? അത് ബലഹീനരെ ശക്തിപ്പെടുത്താനാണ്. ദൈവം എനിക്ക് അറിവ് തന്നത് എന്തിനാണ്? അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന വിധത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ്. ദൈവം എനിക്ക് സമ്പത്ത് തന്നത് എന്തിനാണ്? അത് ദരിദ്രനെ, നിസ്സഹായനെ സഹായിക്കാനും വേണ്ടി കൂടിയാണ്. ദൈവം എനിക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് എന്തിനാണ്? അത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടെ ഉപയോഗപ്പെടുത്താനാണ്. ഈ വിധം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മനോഭാവങ്ങളിൽ, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തോടും മനുഷ്യനോടും നന്ദി പറയാനുള്ള നമ്മുടെ കടപ്പാടിനെ പറ്റി. ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. ആ 168 മണിക്കൂറിൽ എത്രയോ സമയം നമ്മൾ വിനോദത്തിനായി, വിജ്ഞാനത്തിന് വേണ്ടി, മറ്റൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മടുപ്പില്ലാതെ ഉപയോഗിക്കുന്നു. അതേ ഞാൻ 168 മണിക്കൂറിൽ 1-2 മണിക്കൂർ വിശുദ്ധ ബലി അർപ്പണത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം വരുമ്പോൾ അസ്വസ്ഥനാകുന്നു, അലസനാകുന്നു. എന്താണ്? എൻ്റെ തമ്പുരാനോട് നന്ദി പറയാനുള്ള എൻ്റെ കടപ്പാട് എനിക്കിതുവരെയും ബോധ്യപ്പെട്ടില്ല എന്നാണ് അതിനർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിധമുള്ള ബോധ്യങ്ങളിലേക്ക് വരുമ്പോൾ ബലിയർപ്പണത്തിനോ ആത്മീയമായ കാര്യങ്ങൾക്കോ ഉള്ള സമയം നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നില്ല. ഞായറാഴ്ച കടമുള്ള കുർബാന എങ്ങനെയോ വന്ന ഒരു പിഴവാണെന്ന് ഞാൻ കരുതുന്നു. ഞായറാഴ്ച കടമുള്ള കുർബാന അല്ല പ്രിയപ്പെട്ടവരെ, കടമല്ലത്, അത് കടപ്പാടാണ്. കടം കൊടുത്തു വീട്ടാം, കടപ്പാട് എങ്ങനെ വീട്ടും? കഴിഞ്ഞ 168 മണിക്കൂറിൽ എൻ്റെ ദൈവം എന്നെ പരിപാലിച്ചതോർത്ത്, എന്നെ വഴി നടത്തിയതോർത്ത്, എന്നെ സംരക്ഷിച്ചതോർത്ത്, പല വിധത്തിൽ എനിക്ക് നേരെ സഹായഹസ്തം നീട്ടിയതോർത്ത് എൻ്റെ തമ്പുരാനോടുള്ള എൻ്റെ മനസ്സിലെ നന്ദിയും സ്നേഹവും കടപ്പാടിൻ്റെ സകല വികാരങ്ങളും ഒരു ബലിയർപ്പിച്ച് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു വികാരം വന്നാൽ സ്വാഭാവികമായും സമയം നമ്മളെ അസ്വസ്ഥമാക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിൽ നന്ദിയുടെയും കടപ്പാടിൻ്റെയും വികാരങ്ങൾ സൂക്ഷിക്കുക, അത് പ്രകടിപ്പിക്കുക. ബലിയർപ്പണത്തിലൂടെ പ്രകടിപ്പിക്കാം. ദിവസത്തിൻ്റെ 24 മണിക്കൂർ, അതിൽ നമ്മുടെ ഉണർവിൻ്റെ 17-18 മണിക്കൂർ. ഈ ഉണർവിൻ്റെ 18 മണിക്കൂർ കടന്നു പോകുമ്പോൾ രാത്രി വിശ്രമത്തിന് മുമ്പ് ഞാനും എൻ്റെ മക്കളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരുന്ന് മുട്ടുകുത്തിയോ ഇരുന്നോ തമ്പുരാന് സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ, നന്ദിയുടെയും സ്തുതിയുടെയും പ്രകരണങ്ങൾ ഉരുവിടുമ്പോൾ അത് എൻ്റെ മനസ്സിലെ നന്ദിയുടെ വികാരം
തമ്പുരാൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കലാണ്. ഈ വിധത്തിൽ കർത്താവിനോട് നന്ദി പറയാൻ നമുക്ക് കടപ്പാടുണ്ട് എന്നറിയുക. ഞാനത് ഊന്നി പറയാൻ കാര്യം, ഈശോ ചോദിക്കുന്നു, ബാക്കി 9 പേരെവിടെ? മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ആ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ തിരിച്ചു വന്ന ഒരാളോട് ഈശോ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഈശോ പറയുകയാണ്, നീ എഴുന്നേറ്റ് പൊക്കോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ വ്യത്യാസം? നന്ദി പറയാൻ സമയം കണ്ടെത്തിയ ഒരാൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. സൗഖ്യം ലഭിച്ച് അത് സാക്ഷ്യപ്പെടുത്തപ്പെടാനും അതിനപ്പുറമുള്ള ചില സൗകര്യങ്ങൾ അനുഭവിക്കാനും തിടുക്കപ്പെട്ടു പോയ മനുഷ്യർ സൗഖ്യം മാത്രമായി തീരുന്നു. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു പാഠം നമുക്ക് നൽകപ്പെടുന്നുണ്ട് ഇതിലൂടെ. ഏതേത് കാര്യങ്ങളെപ്പറ്റി നീ നല്ല ദൈവത്തോട് നന്ദി പറയുന്നുവോ അപ്പോഴൊക്കെ നീ കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. സൗഖ്യം താൽക്കാലികമാണ്, രക്ഷ സ്ഥിര സ്വഭാവമുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 9 പേരുടെ കുഷ്ഠരോഗം മാറി. നല്ലത്, നല്ല കാര്യം. അവർ സാമൂഹ്യ ഭ്രഷ്ടിൽ നിന്ന് ഒഴിവാകുന്നു. അശുദ്ധനെന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ നിന്നൊക്കെ അവർക്ക് മോചനം കിട്ടുന്നു. നല്ല കാര്യം. പക്ഷേ നാളെ ഇവർക്ക് മറ്റൊരു അസുഖമോ മറ്റൊരു രോഗമോ മറ്റൊരു ശാരീരിക ബുദ്ധിമുട്ടുകളോ വരാം. സൗഖ്യം താൽക്കാലികമാണ്. പക്ഷെ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ ഒരാൾ മാത്രം, അവനോട് മാത്രം, അവനെ വളരെ വാത്സല്യത്തോടു കൂടെ നോക്കിയിട്ട് ഈശോ പറയുന്ന കാര്യം, നീ പൊക്കോ മോനെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. രക്ഷ അത് താൽക്കാലികമല്ല, അത് സ്ഥിര സ്വഭാവമുള്ളതാണ്. ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് നന്ദി പറയുന്ന മനുഷ്യൻ കയറി നിൽക്കാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മനുഷ്യനോടായാലും ദൈവത്തോടായാലും നന്ദിയുള്ളവരാവാൻ ശ്രമിക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇടവകയിലായിരുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുട്ടികൾക്ക് വർഷത്തിലൊരു 2-3 പരീക്ഷകളുണ്ടാകും. ഈ പള്ളിയുടെ മുറ്റത്ത് ഒരു ഗ്രോട്ടോ ഉണ്ട്. ഗ്രോട്ടോയിൽ മാതാവിനെ വച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കൈ നീട്ടി തൊടാവുന്ന ഒരു ഉയരത്തിലാണ്. ഈ പരീക്ഷയ്ക്ക് പോകുന്ന ആയിരക്കണക്കിന് കുട്ടികളാണ്. ഈ കുട്ടികളിൽ മിക്കവാറും പേര്, അതിൽ ജാതി മതമൊന്നും വ്യത്യാസമൊന്നുമില്ല, മിക്കവാറും പേര് പരീക്ഷയ്ക്ക് മുമ്പ് പോകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വരും. ചിലർ കൈകൂപ്പും, ചിലർ കണ്ണടയ്ക്കും, കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കും. മിക്കവാറും എല്ലാവരും ഈ മാതാവിൻ്റെ കാലുമ്മ തൊട്ട് മുത്തി പോകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെയിൻ്റ് അടിക്കണം, മാതാവിൻ്റെ കാല് മാന്തി. അപ്പോൾ അങ്ങനെ വളരെ താല്പര്യത്തോടു കൂടെ മാതാവിനോട് മാധ്യസ്ഥം ചോദിച്ച് ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകും. എനിക്കത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കുട്ടികളൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് പോകണ്ടല്ലോ, കുട്ടികളൊക്കെ മാതാവിനോട് ഭക്തി സ്നേഹമുണ്ടല്ലോ, എനിക്ക് സന്തോഷമാണ്. പരീക്ഷയുടെ സമയം കഴിഞ്ഞ് ഒരു നേരമാകുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ തിരിച്ചു പോകണ കാണാം. രാവിലെ ഉണ്ടായിരുന്ന സന്തോഷത്തിൽ നിന്ന് ഉച്ചയ്ക്കാവുമ്പോൾ അത് കുറച്ച് കുറയും. എന്താ കാര്യം എന്നറിയാമോ? മിക്കവാറും കുട്ടികൾ ഗ്രോട്ട് അവിടെ ഉണ്ട്, മാതാവ് അവിടെ ഉണ്ട്, പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ പലപ്പോഴും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെ നടന്നു പോകും, ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ. പക്ഷേ കുറേ കുട്ടികളുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ വന്ന് നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് വീണ്ടും ഒന്ന് തൊട്ടുമുത്തിയിട്ടൊക്കെ പോണ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളുടെ പട്ടിക നിരത്താൻ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നു. അതേ നമ്മൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അന്നോ അടുത്ത ദിവസമോ ഒരു സമയം കണ്ടെത്തി എൻ്റെ ദൈവമേ നന്ദി എന്ന് പറയാൻ നമ്മിൽ പലരും അത്ര ശ്രദ്ധിക്കാറില്ല എന്ന ഒരു വാസ്തവം ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്ദിയുള്ളവരാകാം.
ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ മറ്റു മനുഷ്യരിലൂടെ ദൈവം എന്നെ സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന മനുഷ്യരോട് നമുക്ക് നന്ദി പറയാം. ഏറ്റവും ആദ്യം കുടുംബാംഗങ്ങളോട് മനസ്സിൽ നന്ദി സൂക്ഷിച്ചാൽ മതി. വാക്കിൽ പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മനസ്സിൽ നന്ദി സൂക്ഷിച്ചാൽ അത് വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാകുമെന്നുള്ളത് ഉറപ്പ്. 2, ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളെ ഞാൻ പറഞ്ഞു. ബലിയർപ്പണത്തിലൂടെ, അനുദിന കുടുംബ പ്രാർത്ഥനയിലൂടെ, വചനം പഠിക്കുന്നതിലൂടെ, ദൈവികമായ ആത്മീയമായ കാര്യങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ അർഹമായ പ്രാധാന്യം കൽപ്പിക്കുന്നതിലൂടെ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ വിധം നന്ദിയുടെ വികാരം സൂക്ഷിക്കുമ്പോൾ ദൈവം എന്നോടും പറയും, എൻ്റെ കുഞ്ഞെ നീ പൊക്കോ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിൽ നിന്ന് ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാകാൻ, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെന്ന ഉറപ്പ് സ്വീകരിക്കാൻ നമുക്കാകട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന